വെൽക്കം ടു മൈ ചാനൽ പേൾ ആൻഡ് എമറാൾഡ്. ഞാൻ രാജി ജോൺസൺ. എൻ്റെ മുഖത്തൊരു ബ്ലാക്ക് മോൾ ഉണ്ടായിരുന്നു. ജന്മനാ തന്നെ ഉള്ളതാണ്. എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെതൊക്കെ ചെറുതായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. റീസെൻ്റ്ലി എൻ്റെ മറുക് ഒത്തിരി വലുതായിപ്പോയി. അതൊരു വൃത്തികേട് പോലെ ഉണ്ടായിരുന്നു മുഖത്ത്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞത് റിമൂവ് ചെയ്യാൻ. അങ്ങനെ ഞാൻ ഇന്ദുസ് ക്ലിനിക്കിലെത്തി. അവിടെ നിന്ന് റിമൂവ് ചെയ്ത് തന്നു. വലിയ ബ്ലാക്ക് മോൾ ആയതുകൊണ്ട് തന്നെ റിമൂവ് ചെയ്തതിന് ശേഷം 3 സ്റ്റിച്ച് ആവശ്യമായിട്ട് വന്നു. ലോക്കിൽ തന്നാണ് ചെയ്തത്. അപ്പോൾ ലോക്കിൽ തരുമ്പോൾ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ക്രീം മുഖത്ത് തേച്ചേക്കുന്നത്. അങ്ങനെ എൻ്റെ മറുക് റിമൂവ് ചെയ്തു. പിന്നെ 3 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വലുതായിരുന്നു എൻ്റെ മറുക്. ഇതാണ് ഇന്ദുസ് ക്ലിനിക്ക്. എളമക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രസ്സ് ചെയ്തു. പിന്നെ ഞാൻ തന്നെയാണ് ഡ്രസ്സ് ചെയ്തത്. പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഇന്ദുസ് ക്ലിനിക്കിൽ പോകും. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സിസ്റ്റർ മാത്രമല്ല ഡോക്ടറും കൂടെ വന്ന് നോക്കും. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും അവർ ചെയ്യുള്ളൂ. വളരെ നല്ല കെയറിങ് ആണ് സിസ്റ്റർ ആയാലും ഡോക്ടറുടെ ഭാഗത്തു നിന്നാണെങ്കിലും. ഗ്രീഷ്മ ഡോക്ടർക്കും ഇന്ദു ഡോക്ടർക്കും എൻ്റെ പ്രത്യേക സ്നേഹം ഞാൻ അറിയിക്കുന്നു. 7ാമത്തെ ദിവസമാണ് സ്റ്റിച്ച് റിമൂവ് ചെയ്ത്. ഞാനും എൻ്റെ ഫ്രണ്ട് സൗമ്യയും കൂടിയാണ് അവിടെ പോയത്. ചെന്നപാടെ തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് അവരെല്ലാം ചെയ്തൊക്കെ തരും. നമുക്ക് ഒരു ടെൻഷനൊന്നും വേണ്ട. നല്ല ഡ്രസ്സ് ചെയ്യാൻ പോകുന്ന റൂമാണെങ്കിൽ നല്ല ലൈറ്റ് മ്യൂസിക്കൊക്കെ കേട്ട് നല്ല ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കാം. ഡോക്ടർ വന്ന് നോക്കിയപ്പം എന്തായാലും എൻ്റെ സ്റ്റിച്ചിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ദുസ് ക്ലിനിക്കിനെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് പിന്നെ കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഇന്ദു ഡോക്ടറിൻ്റെ സേവനം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ അവിടെ ഗ്രീഷ്മ ഡോക്ടറുണ്ട്. എൻ്റെ ബ്ലാക്ക് മോൾ റിമൂവ് ചെയ്തത് ഗ്രീഷ്മ ഡോക്ടറാണ്. ഇന്ദു ഡോക്ടറും ഉണ്ടായിരുന്നു. മാമിൻ്റെ സജഷൻസൊക്കെ ഞാൻ കേട്ടിരുന്നു. കുറച്ച് നല്ല വലുതായിരുന്നു എൻ്റേത്. അതുകൊണ്ടാണ് സ്റ്റിച്ച് ഇടേണ്ടി വന്നത്. ഞാൻ പിന്നെ അതിന് ശേഷം മാസ്കൊക്കെ വെച്ച് തന്നെയാണ് നടന്നത്. പിന്നെ വെള്ളമൊന്നും വീഴാതെ ഞാനും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ആദ്യം ഒരു പ്രാവശ്യം മാത്രം ഞാൻ പുറത്തുപോയി ഡ്രസ്സ് ചെയ്തു. പിന്നെ ഞാൻ തന്നെ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇന്ദുസ് ക്ലിനിക്കിൽ പോയി നോക്കുമായിരുന്നു ഞാൻ. പിന്നെ മുടങ്ങാതെ ആൻറ്റിബയോട്ടിക് കഴിക്കുക, ഓയിൽമെൻറ്റ് തേക്കുകയൊക്കെ ചെയ്തിരുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും പെട്ടെന്ന് തന്നെ റിക്കവറി ആയി വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ എനിക്ക് വളരെ ആശ്വാസം നൽകുന്ന കാര്യമായിരുന്നു. ഇന്ദുസ് ക്ലിനിക്ക് സ്കിൻ ക്ലിനിക്ക് മാത്രമല്ല കോസ്മെറ്റോളജിയും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ലേസർ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ മുഖത്ത് എന്തായാലും ചെറിയൊരു സ്കാർ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാർ മാറാനുള്ള മരുന്ന് തേക്കുന്നുണ്ട്. മാറിയില്ലെങ്കിൽ അവിടെ തന്നെ പോയി ലേസറും ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് മോൾസൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഹീലാകുന്നത് വരെ ആ വോണ്ടും ശരിയായ രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം. ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻസും പസ് ഡെപ്പോസിറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ നന്നായി ശ്രദ്ധിച്ചത് കൊണ്ട് എനിക്ക് പ്രോബ്ലംസ് ഒന്നും വന്നില്ല. ഞാൻ ഇപ്പം ചെറിയ സ്കാറുണ്ട് എങ്കിലും അത് കുറഞ്ഞു വരുന്നുണ്ട്. മെഡിസിൻ ഞാൻ രാവിലെയും രാത്രിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഞാൻ. ഇത് പണ്ടത്തെ ഞാൻ. എങ്ങനെയുണ്ട്? ഞാൻ ഓൾമോസ്റ്റ് ഡേയ്സിലും തന്നെ ഫോട്ടോ എടുത്ത് നോക്കും. സ്കാർ എങ്ങനെയുണ്ട്, കുറഞ്ഞു വരുന്നുണ്ടോ എന്നറിയാൻ. ഇപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓൾറെഡി 10-15 ദിവസമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് എടുത്ത ഫോട്ടോസ് ഇതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു, ബൈ.